ഒട്ടുമിക്ക ആളുകളും ഒരു റോങ് ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് PCO. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 1-2 പ്രാവശ്യം പീരീഡ് ഇറഗുലർ ആകുമ്പോൾ അവർ പോയി ഒരു സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പോളിസിസ്റ്റിക് എന്നൊരു റിപ്പോർട്ട് കിട്ടും. അങ്ങനെ അവർ വിചാരിക്കും അവർക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണ് എന്നുള്ളത്. പക്ഷേ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിനൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വേണം. ചില ബയോകെമിക്കൽ മാർക്കേഴ്സ്, അതായത് ബ്ലഡ് ടെസ്റ്റിലുള്ള ചില വ്യത്യാസങ്ങൾ, കൂട്ടത്തിൽ അൾട്രാസൗണ്ടും ഒരു ഫാക്ടർ മാത്രമേ ആവുന്നുള്ളൂ. 3-ൽ 1 ഫാക്ടർ മാത്രമേ അൾട്രാസൗണ്ടിന് റെലവൻസ് ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ പേര് തന്നെ ഒരു മിസ്നോമർ ആണ്. അതായത് സിസ്റ്റിക്, എനിക്ക് എന്തോ സിസ്റ്റ് ഉണ്ടെന്നാണ് പലരും എന്ന് പറയാ. അല്ല, എഗ്സ് ഒരുപാട് തിങ്ങി നിൽക്കുന്ന ഓവറി, അതായത് അതുമൂലം അതിന് അണ്ടോത്പാദനം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. അത് ഗേൾസ് അത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു വെച്ചാൽ ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്സ്, അത് വൺസ് ഇൻ എ വൈൽ ഒന്നുമല്ല, അതൊരു ലോങ് സ്റ്റാൻഡിങ് കേസാണ്. സ്ഥിരമായിട്ട് തെറ്റി വരുന്ന പീരീഡ്സ്, അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി. അതിനുശേഷം അവരുടെ ബ്ലഡ്സിൽ നോക്കിയാലും ഇത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ബ്ലഡ് റിസൾട്ട്സ് ഇത്ര ഉണ്ടെങ്കിൽ മാത്രമേ ഒരു PCO ആവുള്ളൂ. അപ്പോൾ പലതും റോങ് ഡയഗ്നോസിസ് ആണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പലരും നമ്മുടെ PCO എന്ന് വിചാരിക്കുന്നത് പലതും PCO ആകണമെന്ന് ഇല്ല. അപ്പം PCOയിൽ തന്നെയും പല ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്, പല വേരിയേഷൻസ് ഉണ്ട്, കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം അതിന്റെ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഈ ഹോർമോണൽ വേരിയേഷനും പീരീഡ് വരാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ബ്ലഡ് റിസൾട്ട്സിലും വ്യത്യാസം വരുമ്പോൾ അതിനകത്ത് ചില ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് റിസ്ക് ഉണ്ടാക്കുന്നത്. അതിനകത്ത് അവർക്ക് കൂടുതൽ ടെൻഡൻസി, ഒരു റിയൽ PCO ആണെങ്കിൽ അവർക്ക് ഹയർ ചാൻസ് ഇൻ ദം ബിക്കമിങ് ഡയബറ്റിക് ടെൻഡൻസി ഉണ്ടോ, അതുപോലെ ബാക്കി ചില മെയിൽ ഹോർമോൺസിന്റെ വ്യതിയാനം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ആക്നെ ഉണ്ടാവുന്ന ഗേൾസ് ഉണ്ട്. അല്ലെങ്കിൽ ചില കുട്ടികൾ നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഈ പ്രീ ഡയബറ്റിക് കണ്ടീഷന് പറയുക. അപ്പൊ അവരുടെ കഴുത്തിന് ചുറ്റും അസാധാരണമായ കറുപ്പ് കാണുക. പിന്നെ ബോഡി വെയിറ്റ് എക്സസ്, അത് തിൻ കുട്ടികളിലും PCO ഉണ്ട്, കുറച്ച് ഒബീസായ കുട്ടികളും PCOs ഉണ്ട്. അപ്പം അതാ പറയുന്ന PCOയിൽ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം റിയലി അതൊരു ഞാൻ പറയുന്നത് എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ അടുത്തു നിന്ന് ആ ഒരു ഡയഗ്നോസിസ് എടുക്കുന്നതായിരിക്കും കറക്റ്റ്. ചിലപ്പം നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻസ് വന്നേക്കാം. അതുപോലെ നമ്മൾ PCO ആണെന്ന് വിചാരിക്കുന്ന പലർക്കും മറ്റ് കോസസ് ഓഫ് ഓവുലേഷൻ, അതായത് ഓവുലേഷൻ നടക്കാത്തതിന് മറ്റു കാരണങ്ങളില്ല എന്നുള്ളതും നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം ഇതായിരിക്കണം എന്നില്ല അതിന്റെ ആക്ച്വൽ റീസൺ. ഓക്കെ.